ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഒരുപാട് പേർ പറയുന്ന ഒരു കണ്ടീഷനാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലോട്ടിംഗ്, വയറിൽ ഗ്യാസ്, അസ്വസ്ഥത, വയറ് വീർക്കുന്നത് പോലെ തോന്നുക. അതേസമയം തന്നെ അവരതും പറയാറുണ്ട്, ഇങ്ങനെ വയറിൽ വീർക്കലും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് വിഷമം വരും, ദേഷ്യം വരും, പെട്ടെന്ന് എല്ലാ കാര്യത്തിനും ദേഷ്യം വരിക, അതേപോലെ ഉത്കണ്ഠ, ഒരു ആങ്സൈറ്റി ഒക്കെ പോലെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുന്നത് എന്താണ്? ഓക്കെ, നമ്മുടെ മനസ്സിന് സ്ട്രെസ് ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ വയറിൽ ഗ്യാസും അസ്വസ്ഥതയൊക്കെ തോന്നിയത് എന്നുള്ളത്. എന്നാൽ സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മനപ്രയാസവും അസ്വസ്ഥതയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകാമെന്നാണ്. അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാം എന്നാണ് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ എന്താണ് ഗട്ട് ബ്രെയിൻ ആയിട്ടുള്ള കണക്ഷൻ? ഗട്ടും ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മനപ്രയാസം വരുന്നത് എന്ന് അറിയാൻ പറ്റുള്ളൂ. ഗട്ട് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട്, നമ്മുടെ അവയവങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്, നല്ല ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ഈ നല്ല ബാക്ടീരിയാസിനെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും അധികം സെറട്ടോണിൻ, അതായത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒരു 99% ഫോം ചെയ്യുന്നത്, ശരിയാക്കുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ആണ്. അപ്പൊ നമ്മുടെ ഗട്ടിൽ അത്യാവശ്യം നല്ല ബാക്ടീരിയാസ് ഉണ്ട്, അത് നല്ല പ്രോസസ്സിംഗ് ആണ്, ഡൈജഷൻ കറക്റ്റ് ആണ്, ബ്ലോട്ടിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വാഗസ് നെർവിലൂടെ നമുക്ക് നല്ല സിഗ്നൽസ് ബ്രെയിനിലോട്ട് പാസ് ചെയ്യും. ഏറ്റവും കാര്യമായിട്ടുള്ളത് നമ്മുടെ ഗട്ടിന്റെ അവിടെ നിന്നുള്ള വാഗസ് നെർവാണ് നമുക്ക് എല്ലാ സ്റ്റിമുലേഷൻസും സിഗ്നൽസും ബ്രെയിനിന് കൊടുക്കുന്നത്. അപ്പൊ നല്ല സിഗ്നൽസ് ആണ് പോകുന്നതെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ബ്രെയിനിൽ വളരെയധികം സന്തോഷവും ഹാപ്പിനെസ്സും എക്സൈറ്റഡ് ആയിട്ടും ഇരിക്കാനായിട്ട്, ലൈവ്ലി ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് കഴിയും. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് കാരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡ്, മൈദ അടങ്ങിയത്, അങ്ങനെ എല്ലാം ഹൈലി പഞ്ചസാര അടങ്ങിയ സാധനങ്ങൾ, ഇതെല്ലാം കഴിക്കുന്നു. അതേപോലെ തന്നെ രാത്രിയിൽ വൈകി കഴിക്കുന്നത്, ഉറക്കം ശരിയല്ലാത്തത്, ചവച്ച് കഴിക്കാത്തത്, പെട്ടെന്ന് കഴിക്കുന്ന സമയത്ത്, ഇങ്ങനെ പെട്ടെന്ന് സമയമെടുക്കാതെ ഇരിക്കാതെ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഇതെല്ലാം ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടും നമുക്ക് എന്താണ്, നമ്മുടെ ഗട്ടിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലോട്ടിങ്, അസ്വസ്ഥത, ഹാർട്ട് ബേൺ, അതായത് നെഞ്ചിരിച്ചല്, ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, വയറിലെ ഇടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഡയറിയ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടും. ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന അതേ സമയം തന്നെ നമ്മുടെ മനസ്സിന് എന്താണ്, എല്ലാ നെഗറ്റീവ് സിഗ്നൽസ് ആണ് ബ്രെയിനിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെയിനിൽ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ഉത്കണ്ഠ, വിഷമം, ദേഷ്യം വരിക, ചെറിയ കാര്യത്തിന് മൂഡ് ഓഫ് ആവുക, ഒഫൻഡഡ് ആവുക, പെട്ടെന്ന് വിഷമം വരിക, ഇങ്ങനെ തുടങ്ങി എല്ലാ, ഈവൻ നമ്മുടെ ഒരു എന്താ പറയുക, ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ വരെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാകാറുണ്ട്. കാരണം നമ്മുടെ സെറട്ടോണിന്റെ പ്രൊഡക്ഷൻ അത്ര തന്നെ മോശമാകുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഈ ഒരു കണ്ടീഷൻ മോശമാകാൻ ഈ സിംറ്റംസ് വെച്ചിട്ട് നമുക്കറിയാം. ഇത്രയും പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ വയറിൽ അസ്വസ്ഥതയുള്ള സമയത്ത് നമുക്ക് മനസ്സിനും അതുപോലെ തന്നെ വിഷമം ഉണ്ടാകുന്നു എന്ന് മിക്ക പേഷ്യൻസും നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പൊ നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇതെല്ലാം കഴിക്കുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ പലതരത്തിലുള്ള മെഡിസിൻസ്, ആന്റിബയോട്ടിക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മളെ നല്ല ബാക്ടീരിയ ചത്തുപോകാനും അല്ലെങ്കിൽ അത് ഇല്ലാതെയാകാനുമുള്ള കാരണമാകുന്നു. അതും നമുക്ക് എന്തുണ്ടാവും, ബാക്ടീരിയാസ് കുറയുന്നത് ഒരു റീസൺ ആണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള മരുന്നുകളും നമ്മുടെ നല്ല ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും ഒരു കാരണം തന്നെയാണ്. ഇനി നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ഡൈജഷൻ, മെറ്റബോളിസം ഒക്കെ ബെറ്റർ ആക്കുന്നത് അതിനെ സഹായിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് വെയിൽ കൊള്ളുന്നതും, നടക്കാൻ പോകുന്നതും, എക്സർസൈസ് ചെയ്യുന്നതും, ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വൈറ്റമിൻ ഡി പ്രോസസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. ഈ നമ്മുടെ ഗട്ട് ഹെൽത്തും നമ്മുടെ ഹോർമോൺസും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പൊ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് കുറയ്ക്കുകയും ഇതിന് ഒരു വളരെയധികം വലിയൊരു പരിഹാരമാണ്. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ നല്ല രീതിയിലുള്ള പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ, അതായത് യോഗട്ട്, തൈര്, അതേപോലെ ഫെർമെന്റഡ് ആയിട്ടുള്ള പഴങ്കഞ്ഞി, ഇതൊക്കെ നല്ല സാധനങ്ങളാണ് പ്രോബയോട്ടിക്. അതേപോലെ തന്നെ പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ, വെളുത്തുള്ളി, ചെറിയുള്ളി, അതേപോലെ നമ്മുടെ അച്ചാർ പോലെയുള്ള സാധനങ്ങൾ, പച്ചക്കറികൾ, ഇതൊക്കെ നമുക്ക് ഫ്രൂട്ട്സ്, ഇതെല്ലാം
പ്രീബയോട്ടിക്കിൽ ഓട്സ് ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് ഫൈബറും അതേപോലെ തന്നെ ഇതൊക്കെ അടങ്ങുന്നതാണ്. അപ്പൊ ഇത് കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഡൈജഷൻ ഫാസ്റ്റ് ആക്കുന്നു, ബ്ലോട്ടിംഗ് ഇല്ലാതെ നമ്മുടെ വയറ് ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ബ്ലോട്ടിങ്ങും ഗ്യാസും എന്ത് കഴിച്ചാലും വരുന്നുണ്ട് എങ്കിൽ ജിഞ്ചർ പൗഡർ അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ പൗഡർ ഇതൊക്കെ നമ്മുടെ ഈ ചെറു ചൂടുവെള്ളത്തിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ചവച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുക. വയറ് മുഴുവനായിട്ടും ഹെവി ഈറ്റിംഗ് ഒഴിവാക്കുക, പ്രോസസ്ഡ് ഫുഡുകളും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ ആശ്വാസം ഉണ്ടാകുന്നത് കാണാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഗട്ട് ഹെൽത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ മൈൻഡിന് എന്താണ് സംഭവിക്കുന്നത്, അത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ഒരു അസ്വസ്ഥത, മനസ്സിന് ഒരു നെഗറ്റീവ് ഒരു ആങ്സൈറ്റി പോലെ ഉണ്ടാകുന്നു. ഉറക്കം മിസ്സാകുന്നു, ഉറക്കം പോകുന്നു. രാത്രിയിൽ ഉറക്കം പല കാരണങ്ങൾ കൊണ്ട് പോകാം. ഇതുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വയറിന്റെ അസ്വസ്ഥത കൊണ്ട് ഉറക്കം പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് വളരെയധികം മധുര സാധനങ്ങളൊക്കെ ഭക്ഷണം കൂടുതൽ കഴിക്കാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ സ്പൈക്ക് ആണ് ഉണ്ടാക്കുന്നത്. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നതോടുകൂടെ തന്നെ അപ്പൊ നമുക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ പിന്നെ ഇത് വളരെയധികം താഴുകയും വളരെയധികം നമ്മുടെ മൈൻഡ് മോശമാക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് ഈ മധുര സാധനങ്ങൾ കണ്ടിട്ടില്ലേ, നമുക്കൊരു വിഷമം അസ്വസ്ഥത തോന്നുമ്പോൾ നമുക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടാകുന്നു. ആ സ്ട്രെസ് ഈറ്റിംഗിൽ നമ്മൾ ഏറ്റവും അധികം കഴിക്കുന്നത് ഈ മധുരം, പെട്ടെന്ന് കാണുന്ന മധുരങ്ങളൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുന്നു. തുടർന്ന് ഇതേപോലെ തന്നെ മനപ്രയാസം, വയറിന്റെ അസ്വസ്ഥത, ഈ ഒരു സൈക്കിൾ നമുക്ക് തുടരുകയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നല്ലതുപോലെ റെസ്റ്റ് എടുക്കാനും ഉറക്കം കൃത്യമായിട്ട് ഒരു 7 മുതൽ 9 മണിക്കൂർ 8 മണിക്കൂർ എങ്കിലും മിനിമം നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ തന്നെ രാവിലെ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറു വെയിൽ കൊള്ളാനായിട്ട്, രാവിലത്തെ വെയിൽ ഏറ്റവും നന്നായിട്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഹോർമോൺസും ബാലൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. തുടർന്ന് ഇനി ഇതെല്ലാം ചെയ്തിട്ടും ഗട്ടിന്റെ ഹെൽത്ത് ശരിയാവുന്നില്ല എങ്കിൽ തൈറോയിഡിന്റെ പ്രവർത്തനം നോക്കുക, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന്റെ ടെസ്റ്റുകൾ ചെയ്യുക. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മുടെ വയറിന് ഇതേപോലെ തന്നെ ഗട്ട് ഹെൽത്ത് വളരെയധികം മോശമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടി ശ്രദ്ധിച്ച് അതിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അതും കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ മരുന്നുകൾ കഴിക്കുക. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ സെറോട്ടോണിൻ, അതായത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഏറ്റവും ബെറ്റർ ആക്കി വെക്കാനും തുടർന്ന് നമ്മുടെ മാനസികാരോഗ്യം തിരിച്ച് വീണ്ടെടുക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്